വ്യാവസായിക മേഖല. ഇന്ന് ഏതൊരു മനുഷ്യനും ഏതൊരു ചെറുപ്പക്കാരനും എത്രയും വേഗത്തിൽ ഒരു കേന്ദ്രത്തിൽ തൊഴിൽ മന്ത്രാലയമുണ്ട്. ആ തൊഴിൽ മന്ത്രാലയം എന്താണ് പുറത്തിറക്കിയിരിക്കുന്നത്? അതിൽ പുറത്തിറക്കിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അത് സ്ത്രീ ശക്തി നീതി 2025 എന്നാണ്. എന്താണ് ഈ സ്ത്രീ ശക്തി നീതി? ആർക്കാണ് നീതി ലഭിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും തൊഴിലില്ലാത്ത പിന്നോക്കക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും ഒന്നും തൊഴിൽ ലഭിക്കരുത്. അതായത് ഒരു പുതിയ രീതിയാണ്. നമ്മുടെ ലേബർ നിയമങ്ങളൊക്കെ തൊഴിൽ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ ഒരു സംഹിത കൊണ്ടുവരികയാണ്. മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനമാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവനൊക്കെ പാഠ്യപദ്ധതിയിൽ നിന്നും പുറത്താവുകയും ദീനദയാൽ ഉപാധ്യായ പോലുള്ളവർ പാഠപുസ്തകത്തിനകത്ത് വരികയും ചെയ്യുക മാത്രമല്ല, ഈ സിലബസ് തന്നെ പരിഷ്കരിക്കപ്പെടുകയാണ്. പൊതുവിൽ ഈ സിലബസ് പഠിച്ച് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ പോക്ക് എങ്ങോട്ടായിരിക്കും? ലക്ഷ്യബോധം നഷ്ടപ്പെട്ട, മനുസ്മൃതിയിൽ കുരുങ്ങിയ ഒരു യുവജനതയെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ തീവ്രമായ ഒരു പരിഷ്കരണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പരിശോധിച്ചാൽ മതി, ഹൈദരാബാദ് സർവകലാശാലയോ ബനാറസോ, നിങ്ങൾ എവിടെയെങ്കിലും പരിശോധിച്ച് നോക്കൂ. ചില ബോംബെ യൂണിവേഴ്സിറ്റി പരിശോധിച്ച് നോക്കൂ. അവിടേക്ക് നടക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ഒരു അധ്യാപകനെയോ അധ്യാപികയോ അവർ നിയമിക്കുന്നില്ല. ആ തസ്തിക തന്നെ അങ്ങ് മാറ്റിയിടുകയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ വരേണ്യവർഗത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനവും നിയമനവും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. എന്തിനാണ് UPSC? നമ്മൾ കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഒരു വർഷത്തിനകത്ത് നിയമിക്കപ്പെടുന്നവരുടെ എണ്ണം നോക്കൂ. എന്തിന്? മത്സ്യത്തൊഴിലാളി മേഖലയിൽ പോലും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. അങ്ങനെ എവിടെയാണോ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഗോത്രവിഭാഗം അടക്കം നടത്തി പരീക്ഷ എഴുതി അവരെല്ലാം ഉന്നത നിലയിലേക്ക് ഇങ്ങനെ കുതിക്കുമ്പോൾ എവിടെയാണ് കേന്ദ്രത്തിൻ്റെ തൊഴിൽ നിൽക്കുന്നത്? അല്ലേ? അതുകൊണ്ടാണ് DYFI സമരം ചെയ്യുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യുവാക്കളെ വഞ്ചിക്കുന്ന നിലപാടുകൾക്കെതിരെ, ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിക്കുന്നതിനെതിരെ, നരേന്ദ്രമോദിയുടെ യുവാക്കളുടെ തൊഴിൽ നിഷേധങ്ങൾക്കെതിരെ ഒരു സമരമാണ് ഇന്ന് DYFI യൂത്ത് മാർച്ച് എന്ന രീതിയിൽ നടത്തുന്നത്. കേരളത്തിലെ മുഴുവൻ മേഖലാ കമ്മിറ്റികൾക്കകത്തും DYFI ഞങ്ങളുടെ തൊഴിലെവിടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം യൂത്ത് മാർച്ച് മേഖലാ കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുകയാണ്. DYFI സംസ്ഥാന കമ്മിറ്റിയുടെ ആഗ്രഹ പ്രകാരം എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും യൂത്ത് മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം യൂത്ത് മാർച്ചിൽ കൂടി ഞങ്ങൾ അവകാശപ്പെടുന്നത് 2014 ജൂൺ മാസം അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ BJP പാർട്ടി അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറയുകയുണ്ടായി, പ്രതിവർഷം 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ്. പക്ഷേ ഇന്ന് 12 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലാകെ തന്നെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയെ സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി പാർട്ടായിട്ട് വിൽക്കുന്ന ഒരു സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എയർ ഇന്ത്യ പോലുള്ള ഇന്ത്യയുടെ സമ്പത്തായിട്ടുള്ള മുതലാളിമാർക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ്. ഇന്ത്യയുടെ മണ്ണ് സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ BJP ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടുകൾ സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഇവിടെ മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ രാജ്യത്ത് പട്ടിണി, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് DYFI സംസ്ഥാന തലത്തിൽ ആഹ്വാന പ്രകാരം എല്ലാ ലോക്കൽ മേഖലാ കേന്ദ്രങ്ങൾ ഇത്തരം രീതിയിലുള്ള യൂത്ത് മാർച്ച് സംഘടിപ്പിക്കുന്നു. യൂത്ത് മാർച്ച് ഞങ്ങൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ശക്തമായ രീതിയിലുള്ള സമരപരിപാടിയായിട്ടും DYFI മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് തുരങ്കം വയ്ക്കുവാൻ മാത്രമാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുള്ളത്.
നമുക്കറിയാം സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട 12 വർഷങ്ങൾക്കുള്ളിടെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അധികാരത്തിലേറുമ്പോൾ അന്ന് പ്രകടന പത്രികയിൽ യുവജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. പ്രതിവർഷം ഓരോ വർഷവും പുതുതായി 2 കോടി തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്നായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷങ്ങൾ പിന്നിടുമ്പോൾ അവർ നൽകിയ വാഗ്ദാനം പ്രകാരമാണെങ്കിൽ 12 വർഷം പ്രതിവർഷം 2 കോടി വീതം 24 കോടി തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ പുതുതായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് നിലവിലുള്ള തൊഴിലവസരങ്ങൾ യുവജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനസ്തംഭമായ നമ്മുടെ രാജ്യത്തിൻ്റെ ആർമി, രാജ്യത്തിൻ്റെ കരസേനയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പോലും വകവയ്ക്കാതെ നമ്മുടെ രാജ്യത്ത് മിലിറ്ററിയിൽ അഗ്നിവീർ എന്ന പദ്ധതി കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്ത് യുവജനങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സ്ഥിരം തൊഴിൽ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇന്ന് അതിനെപ്പോലും കരാർ തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യസ്നേഹികൾ എന്ന് പറയുന്നവർക്ക് രാജ്യസുരക്ഷ പോലും ഇതിനൊരു തടസ്സമല്ല. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ തൂണായ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇന്നും നികത്താതെ ഇട്ടിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ നടക്കുന്നതാകട്ടെ പലതും കരാർ നിയമനങ്ങളാണ്. ഏതൊരു യുവാക്കളുടെയും സ്വപ്നമാണ് സ്ഥിരം തൊഴിലെന്നത്. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലടക്കം രാജ്യത്തിൻ്റെ വിവിധ വകുപ്പുകളിൽ സ്ഥിരം തൊഴിലുകൾ നടത്താതെ രാജ്യത്ത് യുവജനങ്ങൾ തൊഴിൽ നിക്ഷേപം നടത്തുമ്പോഴാണ് DYFIക്ക് യുവജനങ്ങൾ നേരിടുന്ന ഈ ഒരു അനാസ്ഥയ്ക്കെതിരെ DYFIയുടെ രാജ്യത്തെ യുവജനങ്ങളെമ്പാടും നേരിടുന്ന തൊഴിൽ നിക്ഷേപത്തിനെതിരെ DYFIക്ക് യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് യൂത്ത് മാർച്ച് എന്ന ഈ ഒരു സമരത്തിലേക്ക് കടക്കേണ്ടി വന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുവാനുണ്ട് ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട്. നിങ്ങൾ ആ ഒരു പ്രകടന പത്രിക ഇറക്കിയതിന് ശേഷം പിന്നീട് നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഇപ്പോഴത്തെ ഗവർണർ കൂടിയായ ശ്രീധരൻ പിള്ള എന്ന് പറഞ്ഞത്, പ്രകടന പത്രിക അത് വെറും തിരഞ്ഞെടുപ്പ് കാലത്ത് കാണിക്കുവാനുള്ള ഒരു പത്രിക മാത്രമാണ്, അത് നടപ്പിലാക്കുവാനുള്ളതല്ല എന്നാണ് ഈ രാജ്യത്തെ ജനങ്ങളോട്, ഈ നാട്ടിലെ ജനങ്ങളോട് ശ്രീധരൻ പിള്ള, നിങ്ങളുടെ BJPയുടെ നേതാവ് പറഞ്ഞത്. എന്നാൽ അത് വെറും പ്രകടന പത്രിക ജനങ്ങളെ കാണിക്കുവാനുള്ള പേപ്പർ മാത്രമല്ല, നടപ്പിലാക്കുവാനുള്ളതാണ് എന്ന് കാണിച്ചു നൽകിയ ഒരു സർക്കാരാണ് ഇന്ന് മറുവശത്ത് സംസ്ഥാനം ഭരിക്കുന്നത്. കേന്ദ്രം പല വിധത്തിൽ സംസ്ഥാനത്ത് നിരക്കുമ്പോൾ പോലും സംസ്ഥാനത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കാതെ ഭൂമിയില്ലാത്തവരെ സ്വന്തമായി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിക്കൊണ്ട് 5 ലക്ഷത്തോളം ജനങ്ങളെ അവരുടെ വീടെന്ന സ്വപ്നം ലൈഫ് പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ 90% അധികം കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കിയ ഒരു സർക്കാരാണ് നിങ്ങൾക്ക് നേരെ ഞങ്ങൾ കാണിച്ചു തരാനുള്ളത്. നിങ്ങൾ കേന്ദ്രം ഭരിക്കുമ്പോൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത്, നിങ്ങൾ നിരക്കുന്ന കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഈ ഒരു സർക്കാർ കേരളത്തിൽ പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടാണ് 10 വർഷം പൂർത്തിയാക്കി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അവിടെയാണ് നിങ്ങളുടെ വാഗ്ദാനങ്ങൾക്ക് നേരെ ഞങ്ങൾ ചോദിക്കുന്നു, എവിടെ ഞങ്ങളുടെ തൊഴിലെന്ന് ചോദിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ തൊഴിൽ നിക്ഷേപത്തിന് നേരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് ലക്ഷക്കണക്കിന് വേക്കൻസികൾ അതിനെതിരെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട തൊഴിൽ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ വിവിധ പ്രസ്ഥാന DYFI യൂത്ത് മാർച്ചുമായി സമരവുമായി തെരുവീതികളിലേക്ക് പ്രകടന പത്രിക അന്ന് BJP ഇറക്കിയ പ്രകടന പത്രികയിൽ നന്ദി പറയുന്നതിലേക്ക് ജാഥ ക്യാപ്റ്റനെ ഇനി ആരെങ്കിലും സ്വീകരണം കൊടുക്കാമോ? സഖാവ് അജിത്ത് കോട്ടുകാലാണ് ഈ സമാപന സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. സഖാവ് DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള സഖാവ് കബീർ ഖാനാണ്. സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള സഖാവ് രാജൻ, ഈ സ്വാഗത സംഘം ചെയർമാനായിട്ടുള്ള സഖാവ് സോണി, കൺവീനറായിട്ടുള്ള സഖാവ് രാജൻ, ഈ സ്വാഗത സംഘത്തിന്റെ രക്ഷാധികാരികളായിട്ടുള്ള സഖാവ് കെനഡി, സഖാവ് രാജ്.